മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു സെറ്റിംഗ് സൈറ്റാണ് വന്നിട്ടുള്ളത്. അഥവാ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന വാട്സപ്പിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോയ്ക്ക് തൊട്ട് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചുവപ്പാണ് കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിലപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ തന്നെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ സ്റ്റാറ്റസ് ഒരുപാട് പേര് ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റസ് വെക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഒന്ന് നമുക്ക് വേണമെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും, അവരിലേക്ക് ഒരു മെസ്സേജ് അയക്കും, പ്ലീസ് സെൻഡ് എന്ന് സെൻഡ് ചെയ്യുമോ. പലരും സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ചില കൂട്ടാക്കാറില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മുമ്പൊക്കെ ആണെങ്കിൽ ചെറിയ ഷെയറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വാട്സപ്പ് പ്രൊഫൈൽ പിക്ക് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സെറ്റിങ്സ്, എത്രക്കും ഒരു സെക്യൂറായിട്ട് വാട്സപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാറ്റസിലേക്ക്, ഞാൻ ആദ്യം തന്നെ സ്റ്റാറ്റസിൽ പോയിട്ട് നമുക്ക് കുറേ സ്റ്റാറ്റസ് കാണാം. അപ്പോൾ നമുക്ക് ചില സ്റ്റാറ്റസൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഇത് വേണമെന്ന് തോന്നി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഫോട്ടോസൊക്കെ എനിക്കൊന്ന് എടുക്കണമെന്ന് തോന്നിയാൽ ഞാൻ സെൻഡ് ചെയ്യാൻ പറയും. പക്ഷെ സെൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വീഡിയോസ്, ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോസ് നമുക്ക് ഏതെങ്കിലും ഇതിൽ കണ്ടൊരു വീഡിയോസ് ഇപ്പോൾ എനിക്ക് എടുത്തിരുന്ന ഗാലറിയിലേക്ക് സേവ് ചെയ്തിട്ട് എനിക്ക് സ്റ്റാറ്റസ് വെക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കാം. അതിനായിട്ട് നമ്മൾ ഫോണിൻ്റെ ഫയൽസിലാണ്, ഫോണിൻ്റെ മെമ്മറി കാർഡല്ല, ഫോണിൻ്റെ വാട്സപ്പിൻ്റെ എല്ലാ കാര്യവും ഫോണിലാണ്, ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് വന്നിട്ട് കാണാറുള്ളത്. എക്സ്റ്റേണൽ സ്റ്റോറേജിലേക്ക് ഇതുവരെ വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഫയലൊന്നും മാറുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ശ്രമിച്ചിട്ടത് എത്രയായാലും ഫോൾഡർ അതിൽ തന്നെയാണ് പിന്നെയും കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കാം അതെങ്ങനെയാണ് ഈ സ്റ്റാറ്റസ്, ഇപ്പോൾ കണ്ട സ്റ്റാറ്റസൊക്കെ ഒന്ന് എടുക്കാൻ ഇങ്ങനെയൊന്ന് എളുപ്പത്തിൽ നമുക്ക് ചെറിയ ട്രിക്സാണിത്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മൾ മൈ ഫയൽസ് എന്ന് പറയുന്ന ഫോണിൻ്റെ ഫയലിൽ പോയാൽ നമുക്കിവിടെ എക്സ്റ്റേണൽ സ്റ്റോറേജും ഇൻറ്റേർണൽ സ്റ്റോറേജും കാണാം. അപ്പോൾ നമ്മൾ ഏതിലാണെങ്കിലും ഒന്ന് കയറിയിട്ട് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഫോണിൻ്റെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറിയിട്ട് അത് തന്നെ നമ്മൾ ഇത് കാണുന്ന സ്റ്റാറ്റസ് എന്നൊരു ഫോൾഡർ കാണും. ഇത് കാണുന്നില്ലെങ്കിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഫോണിലുള്ളതാണ്. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് നോക്കുക, ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡർ ഇവിടെ കാണുന്നതാണ്. സ്റ്റാറ്റസ് പോയാൽ ഈ സ്റ്റാറ്റസിൽ എല്ലാതും ഇപ്പോൾ ഞാൻ നോക്കിയ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. ഇത് വീഡിയോസാണ്. ഏതായാലും ഇപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇപ്പോൾ എനിക്ക് ഇതിൽ കുറച്ച് ഫോട്ടോസ് വേണമെങ്കിൽ, ഇപ്പോൾ ഞാൻ നോക്കിയ ഫോട്ടോസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോസ് ഇപ്പോൾ ഇതിൽ ഓപ്പൺ ആക്കിയിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോസും കുറച്ച് ഫോട്ടോസും എനിക്കിപ്പോൾ ഇതിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ഫോട്ടോസും അത് വേറെ ഏതൊക്കെയാണ് എനിക്ക് വേണ്ട ഫോട്ടോസെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോസ് വേണമെങ്കിൽ ഒരു വീഡിയോസും ചേർത്തിട്ട് ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഫോട്ടോസൊക്കെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. സെലക്ട് ചെയ്തിട്ട് ഞാനത് എൻ്റെ മെമ്മറി കാർഡിലേക്ക് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫോൾഡറിലേക്ക് ഞാനൊന്ന് മൂവ് ചെയ്യാണ്. ഞാൻ കാണിച്ചെല്ലാം മൂവ് ടു മെമ്മറി കാർഡിലേക്ക് അല്ലെങ്കിൽ വേറെ ഫോണിൻ്റെ വേറെ ഫോൾഡർ ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഫോൾഡർ ആണെങ്കിൽ അതിൻ്റെ ടൈം കഴിയുമ്പോൾ അതിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അതൊന്ന് റിമൂവ് ആയി പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വേറൊരു ഫോൾഡറിലേക്ക് മാറ്റുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫോൾഡറിലേക്ക് മാറ്റാം. മൈ ആൽബം എന്ന് പറയുന്ന എൻ്റെ ഈ ഫോൾഡറിലേക്ക് ഞാൻ മൂവ് ചെയ്തു.
എന്നിട്ട് നമുക്കൊന്ന് പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗാലറി ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ ആൽബംസ് സെലക്ട് ചെയ്താൽ ജസ്റ്റ് ഇവിടെ തന്നെ തൊട്ട് താഴെ തന്നെ മൈ ആൽബം എന്ന് പറയുന്ന എൻ്റെ ഈ ഫോൾഡറിൽ ഇപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്ത ഫോട്ടോസും പിന്നെ ഒരു വീഡിയോസും ഈ വീഡിയോസും ഫോട്ടോസും ഇവിടെ വന്നതായിട്ട് എനിക്ക് കാണാം. അപ്പോൾ വളരെ സിമ്പിളായി തന്നെ എനിക്ക് ഈ ഫോട്ടോസൊക്കെ കിട്ടി, എൻ്റെ കയ്യിൽ കിട്ടി. ഇപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ സ്റ്റാറ്റസ് ഇടാനോ ഷെയർ ചെയ്യാനോ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ ഇതിനായിട്ട് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ടുള്ള ആപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇതാണ് നമുക്കുള്ള സിമ്പിളായിട്ടുള്ള ട്രിക്സ്. ഇത് ഒരുപാട് പേർക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പലർക്കും അറിയില്ലാത്തൊരു ട്രിക്സാണ്. അതുകൊണ്ടാണ് ഇതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു ട്രിക്സ് എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. വളരെ സിമ്പിളാണ്. വെറുതെ ആപ്ലിക്കേഷനൊന്നും ഡൗൺലോഡ് ചെയ്തിട്ട് നെറ്റ് ബാലൻസും അതുപോലുള്ള സ്പേസും അതോടൊപ്പം തന്നെ കുറേ കച്ചറയായിട്ടുള്ള ആഡ്സ് വന്ന് ഫോണിനെ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസും നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടാനുസരണം എടുക്കാൻ നമ്മൾ സ്റ്റാറ്റസ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ട്രിക്സ്. പിന്നെ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും മാക്സിമം കൂട്ടുകാരിലേക്കും ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. വിലപ്പെട്ട സപ്പോർട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോസ് ആയിട്ട് വരുന്നത് എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ബൈ, ഗുഡ് നൈറ്റ്.